വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ജാതകം തിരുത്തി എന്ന കവിതയിൽ വള്ളത്തോൾ നാരായണ മേനോൻ പറയുന്നുണ്ട്: അഹർമുഖ പൊൻകതിർ പോലെ പോന്നവൻ മുഹമ്മദപ്പേരിനിതാ നമസ്തം. അഹമ്മദപ്പേർ പൊൻകതിർ പോലെയാണെന്നും ആ പേരിന് നമിക്കുന്നുവെന്നും കവി പറയുന്നു. ലോകത്തെ ഒരു വ്യക്തിയെ ആസ്പദമാക്കി ഏറ്റവും കൂടുതൽ രചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്നിരിക്കൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചായിരിക്കും. നിരവധി ഭാഷകളിലും നിരവധി രൂപങ്ങളിലുമായി നിരവധി രചനകൾ നമുക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. മാർട്ടിൻ ലിങ്സിൻ്റെ മുഹമ്മദ് ദ പ്രൊഫറ്റ്, ദ ലാസ്റ്റ് പ്രൊഫറ്റും കാർനാം സ്ട്രോങ്ങിൻ്റെ മുഹമ്മദ് എ ബയോഗ്രഫി ഓഫ് പ്രൊഫറ്റും ഇതിന് വലിയ ഉദാഹരണങ്ങളാണ്. ഇതിൽ തന്നെ മലയാള ഭാഷയിൽ നിരവധിയായിട്ടുള്ള രചനകൾ നമുക്ക് കാണാൻ കഴിയും. PMK ഫൈസി ഉസ്താദിൻ്റെ മുഹമ്മദ് മുസ്തഫയും പ്രൊഫസർ PK മുഹമ്മദ് അലിയുടെ മുഹമ്മദ് നബി ജീവിതവും സന്ദേശവും എല്ലാം ഈ മലയാള രചനകളിൽ ഉൾപ്പെട്ടതാണ്. ഇത്തരത്തിൽ നിരവധി രചനകൾ മലയാളത്തിൽ ഉണ്ടെങ്കിൽ കൂടി മലയാള ആഖ്യാന രൂപങ്ങൾ പൂർണ്ണത കൈവരിച്ചിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള വൈവിധ്യങ്ങളായിട്ടുള്ള രചനകൾ മലയാളത്തിൽ നന്നേ കുറവാണ്. മാത്രമല്ല, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മലയാളത്തിൽ ഗവേഷണാടിസ്ഥാനത്തിലുള്ള രചനകൾ താരതമ്യേന കുറവാണ്. മലയാളികൾക്ക് ഗവേഷണേതര വിഷയങ്ങളാണ് വായിക്കാൻ താല്പര്യമെങ്കിൽ കൂടി പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പഠനങ്ങൾ വളരെ അത്യാവശ്യമാണ്. നാം ഇന്ന് കാണുന്ന മലയാള കൃതികൾ എടുത്തു നോക്കുക. അതിൽ നാം 10 പുസ്തകം എടുക്കുകയാണെങ്കിൽ 7 പരിഭാഷകളായിരിക്കും. വെറും 3 പുസ്തകം മാത്രമാണ് നമുക്ക് സ്വതന്ത്ര കൃതികളായി കാണാൻ കഴിയുന്നത്. ഇത്തരത്തിലുള്ള പരിഭാഷകൾ രചയിതാക്കൾ തങ്ങളുടെ സാമൂഹികവും സാംസ്കാരികപരമായിട്ടുള്ള ചുറ്റുപാടുകൾ അടിസ്ഥാനമാക്കിയായിരിക്കും രചിച്ചിട്ടുണ്ടാവുക. അതിലുപരി സ്വതന്ത്ര കൃതികൾ നാം വായിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകളുമായി ബന്ധപ്പെടുത്തി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ പെട്ടെന്ന് ഉൾക്കൊള്ളാനുള്ള ത്രാണി നമുക്ക് ലഭിക്കും. ഈ പരിഭാഷകളിൽ തന്നെ നിരവധി അന്താരാഷ്ട്ര കൃതികൾ നാം വായിക്കേണ്ട കൃതികളാണെങ്കിൽ കൂടി അത് മുജാഹിദ് ജമാഅത്ത് പോലെയുള്ള ആശയങ്ങളിൽ നിന്നും പരിഭാഷപ്പെടുത്തിയതായി നമുക്ക് കാണാം. മലയാളികൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരു പരിധിവരെ വായിച്ചവരും പഠിച്ചവരും ഒക്കെ തന്നെയാണ്. എങ്കിൽ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള വായനകൾ മലയാളികൾക്കിടയിൽ വളരെ കുറവാണ്. നാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇറക്കുന്ന പുസ്തകങ്ങൾ നമുക്കിടയിൽ മാത്രം ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ടുള്ള കൃതികൾ പൊതുവെ വായിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് സമൂഹത്തിന് അത് വളരെയധികം ഉപകാരപ്രദമായി മാറുന്നത്.